ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദ്വാദശസ്കന്ധ 8-ാം അധ്യായം. അപ്പോൾ നമ്മൾ ഇന്നലെ 27-ാം ശ്ലോകത്തിലാണ് നിർത്തിയത് അല്ലേ. അപ്പോൾ ദേവേന്ദ്രൻ ഭഗവാൻ എന്താണ് മാർക്കണ്ഡേയൻ്റെ തപസ് മുടക്കാനായിട്ട് ദേവേന്ദ്രനെയും കൂട്ടരെയും അപ്സരസുകളേക്ക് അയച്ചു. അപ്പോൾ പുഞ്ചികസ്ഥലി എന്ന് പറഞ്ഞ ഒരു അപ്സരസിനെയാണ് അയച്ചത്. അവർ ഭഗവാൻ മാർക്കണ്ഡേയൻ്റെ മുന്നിൽ വന്നിട്ട് പന്തടിച്ച് കളിക്കാൻ തുടങ്ങി. അപ്പോൾ പന്തടിച്ച് കളിക്കുന്ന പുഞ്ചികസ്ഥലി എന്ന് പറഞ്ഞ അപ്സര സ്ത്രീയുടെ അതിസൂക്ഷ്മമായിട്ടുള്ള എന്ന് വെച്ചാൽ അവർക്ക് വസ്ത്രം പേരിനേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ കൂടെ സർവ്വവും കാണാം. ആ വസ്ത്രത്തെ കാറ്റ് മലയമാരുതൻ ഇങ്ങനെ ചലിപ്പിച്ചു. അപ്പോൾ അവരുടെ പന്താട്ടം കാമവികാരം ജനിപ്പിക്കുന്നതിന് സമർത്ഥമായിരുന്നു. സ്വതേ അതിസുന്ദരിയാണ് അപ്സരസ്. സ്തനഭാരം നിമിത്തം മദ്യം വളരെ ക്ലേശിച്ചേക്കണു. മദ്യം വളരെ അരക്കെട്ടി വളരെ ഒതുങ്ങിയതാണല്ലോ. അപ്പോൾ പന്തിൻ്റെ ഗതി അനുസരിച്ച് 4 ഭാഗത്തും ദൃഷ്ടികളെ ചലിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ശ്രമം നിമിത്തം അഴിഞ്ഞ തലമുടിയിൽ നിന്ന് പൂമാല ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്നു. കളിയുടെ ശ്രമം കൊണ്ട് വസ്ത്രത്തിന് മീതെ മുറുക്കി കെട്ടിയിരുന്ന അരഞ്ഞാൻ പൊട്ടിയ തക്കത്തിൽ മന്ദമാരുതൻ ഒന്നും കൂടെ വീശി കാറ്റ് അതോടെ വസ്ത്രം അഴിഞ്ഞ് വീഴുകയും ചെയ്തു. ഇപ്രകാരമുള്ള വസ്ത്രമില്ലാത്ത വിലാസലീലാദർശനം ആരുടെ മനസ്സിനെ ചലിപ്പിക്കാത്ത വിസസർജ തഥാ ബാണം മത്വാദം സ്വജിതം സ്മര സർവം തത്ര ഭവൻ അമോഘം അനീശസ്യ യഥോദ്യമ തഥാ അപ്പോഴേ സ്മര മന്മഥൻ തം സ്വജിതം മത്വ. അവൻ തന്നാൽ ജയിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ബാണം വിസസർജ ബാണത്തെ അങ്ങോട്ട് വിട്ടു. അനീശസ്യ ഈശ്വരാനുകൂലില്ലാത്തതിൻ്റെ ഉദ്യമായഥാ പരിശ്രമം പോലെ സർവം എല്ലാം തത്ര അവനിലെ മോഘം അഭവത് നിഷ്ഫലായി എന്ന് പറയുക. അപ്പോൾ ഈ തക്കം നോക്കി മന്മഥൻ മുനിയുടെ നേർക്ക് മന്മഥൻ്റെ കാമബാണം പ്രയോഗിച്ചു. താൻ മുനിയെ ജയിച്ചു എന്ന് തന്നെ മന്മഥൻ അങ്ങോട്ട് കരുതി. പക്ഷേ അവൻ്റെ ആവഹ വ്യാപാരം സകലവും മുനിയിൽ ഫലിച്ചില്ല. ഈശ്വര സഹായമില്ലാത്തൊരുത്തം ചെയ്യുന്ന പരിശ്രമം പോലെ മന്മഥൻ്റെ സർവ്വ പരിശ്രമവും നിഷ്ഫലായി. സായിത്ഥം അപകുർവന്തു മുനേ തത്തേജസാ മുനേ ദഹ്യമാനാനിവവൃതു പ്രബോധ്യാഹിം ഇവാർ ഭഗ. മുനിയുടെ നേർക്ക് ഇത്തം അപകുർവന്ത ഇപ്രകാരം അപകാരം ചെയ്യണ അവർ തത്തേജസ മുനിയുടെ തേജസ് കൊണ്ട് ദഹിക്കപ്പെട്ട് അഹിംപ്രബോധ്യ സർബത്തെ ഉണർത്തിയിട്ട് അർഭകാവുക കുട്ടികളെപ്പോലെ നിവർത്തിച്ചു. ഹേ ശൗനകമുനിയോട് പറയുക, ഹേ മുനി മാർക്കണ്ഡേയ മഹർഷിയുടെ നേരെ ഇപ്രകാരം അപകാരം ചെയ്ത മന്മഥനും വസന്താദികൾ അല്ലേ അദ്ദേഹത്തിൻ്റെ തപശക്തിയാലാകെ ദഹിക്കപ്പെട്ട് സർപ്പത്തെ ഉണർത്തിവിട്ട ബാലകന്മാരെ പോലെ ഭയപ്പെട്ടുകൊണ്ട് തിരിച്ചുപോയി എന്ന് പറയുക. ഇതീന്ദ്രാഹനുചരൈർ ബ്രഹ്മൻ ധർഷിതോപി മഹാമുനി എന്നാഗാദഹമോഭാവം ന തച്ചിത്രം മഹത്സുഹി. ഹേ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ളവനെ ഇന്ദ്രഭൃത്യന്മാരാൽ ഇതി ധർഷിത അഭി മഹാമുനി പ്രകാരം ആക്രമിക്കപ്പെട്ടുവെങ്കിലും മഹാനായിട്ടുള്ള മുനി അഹമാഭാവ അഹങ്കാരത്തിൻ്റെ ഭാവത്തെ ഇത് യതി പ്രാപിച്ചില്ല എന്ന് മാത്രമല്ല തത്മഹസ്സുന ചിത്ര, അത് മഹത്തുക്കളിൽ ചിത്രമല്ലോ. ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ശൗനകമുനിയോട് പറയുക, ശൗനകമുനിയെ ഇന്ദ്രൻ്റെ ആൾക്കാരായിട്ടുള്ള മന്മഥനും വസന്തവും അപ്സരസുകളൊക്കെ മുനിയുടെ നേരെ അതിക്രമം കാണിച്ചുവെങ്കിലും അദ്ദേഹത്തിന് അഹങ്കാരത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള കാമക്രോധാദി ക്രോധമൊന്നും ഉണ്ടായില്ല എന്ന് കേൾക്കണതിൽ അതിശയം വേണ്ട. ശാന്തചിത്തരായിട്ടുള്ള മഹാജനങ്ങളുടെ സ്വഭാവം പ്രകാരമല്ലേ ദൃഷ്ട്വാ നിസ്തേജസം കാമം സ്വഗണം ഭഗവാൻ സ്വരാട് ശ്രുത്വാനുഭാവം ബ്രഹ്മർഷേ വിസ്മയം സമഗാത് പരം. ഭഗവാൻ സ്വരാട് ഭഗവാനായിട്ടുള്ള ഇന്ദ്രൻ സഗണം കാമം സംഘസഹിതമായിട്ടുള്ള കാമന നിസ്തേജസം ദൃഷ്ട തേജോഹീനെ കണ്ടിട്ട് ബ്രഹ്മർഷിയുടെ അനുഭാവം ശ്രുത്വ മഹാത്മ്യം ശ്രവിച്ചിട്ടും പരം വിസ്മയം അത്യാശ്ചര്യം സമഗാത് പ്രാപിച്ചു. മന്മഥനും സംഘവും പ്രസാദമില്ലാണ്ട് സന്നിധിയിൽ മാർക്കണ്ഡേയമുനിയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുകയും കാണുകയും അവരിൽ നിന്ന് മാർക്കണ്ഡേയമുനിയുടെ തപപ്രഭാവവും ഒക്കെ. അപ്പോൾ ഇവർ തിരിച്ച് ദേവലോകത്ത് പോയേ അവരെല്ലാവരും മുഖപ്രസാദമില്ലാതെ ദേവേന്ദ്രൻ്റെ മുന്നിൽ അങ്ങോട്ട് ചെന്ന് നിന്നു.
അത് കണ്ടപ്പോൾ അവരിൽ നിന്ന് മാർക്കണ്ഡേയമുനിയുടെ തപപ്രഭാവം കേൾക്കുകയും ചെയ്ത ഇന്ദ്രന് വലിയ അത്ഭുതമായി എന്ന് പറയാതെ സേവം യുഞ്ചത ചിത്തം തപസ്വാധ്യായ സംയമൈ അനുഗ്രഹായ വിരാസീൻ നരനാരായണു ഹരി തപസ്വാധ്യായ സംയമൈ തപസ് വേദാധ്യായന ഇന്ദ്രിയ നിഗ്രഹം ഇതൊക്കെ കൂടി ഏവം ചിത്തം യുഞ്ചത തസ്യപ്രകാരം ചിത്തത്തെ ആത്മാവിൽ യോജിപ്പിച്ച അവൻ്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് നരനാരായണ ഹരി നരനാരായണ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ അവിരാസിത് അവിടെ ആവിർഭവിച്ചു. സ്വധർമാനുഷ്ഠാന രൂപമായിട്ടുള്ള തപസ്, വേദാധ്യയനം, ഇന്ദ്രിയ നിഗ്രഹം ഇതൊക്കെ കൂടി മനസ്സിനെ പരമാത്മാവിൽ തന്നെ ദൃഢമായിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കണ്ഡേയ മുനിയെ അനുഗ്രഹിക്കാനായിട്ട് നരനാരായണ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ അവിടെ പ്രത്യക്ഷമായിട്ട് ഭവിച്ചു. തൗ ശുക്ലകൃഷ്ണൗ നവകഞ്ചലോചനൗ ചതുർഭുജൗ രൗരവ വൽക്കലാംബരൗ പവിത്രപാണി ഉഭവീതകം ത്രിവൃത്കമണ്ഡലും ദണ്ഡം ഋജും ച വൈണവം പത്മാക്ഷമാലാമുദജന്തുമാർജനം വേദം ച പത്മാക്ഷമാലാം ഉദജന്തുമാർജനം വേദം ച സാക്ഷാൽ തപയേവ രൂപിണൗ തപത്തഢിത് വർണ്ണപിശങ്കരോജിഷഃ പ്രാംശൂദധാനൗ വിബുധർഷഭാർച്ചിതൗ തൗ അവർ രണ്ടുപേര് ശുക്ലകൃഷ്ണവും ശുക്ലവർണ്ണത്തോടും കൃഷ്ണവർണ്ണത്തോടു കൂടിയവരും അപ്പോൾ കഞ്ചലോചന നൂതനായിട്ടുള്ള താമര പോലെ നേത്രങ്ങളോടുകൂടിയൊരു ചതുർഭുജോ 4 ഭുജങ്ങളുള്ളവരും രൗരവ വൽക്കലാംബരൗ കൃഷ്ണാജിനവും വൽക്കലാവണ വസ്ത്രങ്ങളോടുകൂടിയവരും പവിത്രപാണി കൈകളിൽ പവിത്രമുള്ളവരും ത്രിവൃത് ഉപവീതകം 3 ഇഴകളോടുകൂടിയ പൂണൂലുള്ളവരും പൂണൂലിനെയും അപ്പോൾ മാർക്കണ്ഡേയൻ്റെ 3 ഇഴയുള്ള പൂണൂലാണ്. അതാണല്ലോ നമ്മുടെ കേരളത്തിലൊക്കെ കാണാറ് അല്ലേ. അപ്പോൾ കമണ്ഡലും ജലപാത്രത്തെയും ഋജും വളവില്ലാത്ത വൈണവം ദണ്ഡം വീണു ദണ്ഡത്തെയും പത്മാക്ഷമാലാം താമരക്കുരു കൊണ്ടുള്ള മാലയും ജന്തുമാർജനം ജന്തുക്കളെ തടക്കാനുള്ള വസ്ത്രത്തെയും സാക്ഷാൽ വേദം ച സാക്ഷായ വേദത്തെയും ദധാനവും ദഹിച്ചിരിക്കുന്നവരും തപ ഏവ രൂപിണോ തപസ് എന്ന സ്വരൂപത്തോടു കൂടിയോരോന്ന് തോന്നും വിധം തപത്തടി വർണ്ണപിശങ്കരോജിഷ ഉജ്ജ്വലിക്കണ മിന്നൽ പിണര പോലെയുള്ള പിങ്കളകാന്തിയോടുകൂടിയ പ്രാംശു ദീർഘകായന്മാരായിട്ടുള്ള വിബുധർഷഭാർച്ചിതൗ ദേവശ്രേഷ്ഠന്മാരാൽ പൂജിക്കപ്പെട്ടവരായിരുന്നു. അപ്രത്യക്ഷരായിട്ടുള്ള നരനാരായണന്മാരുടെ സ്വരൂപം വർണ്ണിക്കുകയാണ്. അവർ 2 പേരിൽ നരൻ നല്ല വെളുത്ത ശുഭ്ര വർണ്ണമുള്ളവനും നാരായണൻ കൃഷ്ണവർണ്ണമുള്ളവനായിരുന്നു. ആ 2 മൂർത്തികളുടെയും നേത്രം അപ്പവ വിരിഞ്ഞ താമര പോലെ അതിമനോഹരങ്ങളായിരുന്നു. 4 കൈകളോ 2 പേർക്കുണ്ട്. നരൻ കൃഷ്ണമൃഗത്തോലും നാരായണൻ മരവുരിയും ആണ് കൊടുത്തേക്കണത്. 2 പേരുടെ കൈകളിലും പവിത്രമുണ്ട്. 3 ഇഴകളുള്ള പൂണൂല്, കമണ്ഡലു, വളവില്ലാത്ത മുളവടി, താമരക്കുരു കൂട്ടിക്കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ജപമാല, ഈച്ച, കൊതുക് ഈ തുടങ്ങിയ ജന്തുക്കളെ ആട്ടി ഓടിക്കാനുള്ള ഒരു തുണിക്കഷ്ണം, വസ്ത്രം, വേദത്തെ പ്രതിദാനം ചെയ്യുന്ന ദർഭമുഷ്ടി ഇതൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തപസ് നിമിത്തം മിന്നൽ പോലെ ഉജ്ജ്വലിക്കുന്ന കാന്തിയോടുകൂടിയ മഞ്ഞ വർണ്ണത്തോടു കൂടിയ അവരെ കണ്ടാൽ തപസ് തന്നെ ദേവതാസ്വരൂപം മൂർത്തിസ്വരൂപം ധരിച്ചു വന്നിരിക്കണു എന്ന് തോന്നും. തേവൈ ഭഗവതോ രൂപേ നരനാരായണ ഋഷി ദൃഷ്ടോത്ഥായാത് അരേണോച്ചൈർ നാമാങ്കേന ദണ്ഡവത്. തേവൈ ഭഗവതോ രൂപേ നരനാരായണ ഋഷി ദൃഷ്ടോത്ഥായാത് അരേണോച്ചൈർ നാമാങ്കേന ദണ്ഡവത്. ദൃഷ്ടോത്ഥായ ദൃഷ്ടോർത്ഥ ഇത്തിരി ബുദ്ധിമുട്ടാണ്. തേവൈ ഭഗവതോ രൂപേ നരനാരായണ ഋഷി ദൃഷ്ടോർത്ഥായാത് അരേണോച്ചൈർ നാമാങ്കേന ദണ്ഡവത്. നരനാരായണ ഋഷി നരനാരായണന്മാരായിട്ടുള്ള ഋഷികളാവണ ഭഗവതാ തേ രൂപി ഭഗവാന്റെ 2 രൂപത്തെ ദൃഷ്ട കണ്ടിട്ട് ഉത്ഥായ എഴുന്നേറ്റ് ഉച്ചയാദരേണ വലിയ ബഹുമാനത്തോടുകൂടി അങ്കേന ശരീരം കൊണ്ട് ദണ്ഡം പോലെ നമസ്കരിച്ചു. ഭഗവാന്റെ
സ്വരൂപമാണല്ലോ നരനാരായണന്മാർ. അപ്പോൾ ഭഗവാൻ നരനാരായണ ഋഷിമാരായിട്ട് അവതരിച്ചേക്കണ ഈ രൂപം, ഈ രണ്ട് രൂപം കണ്ടിട്ട് മാർക്കണ്ഡേയൻ ഉടനെ എഴുന്നേറ്റ് പരമാദരത്തോടുകൂടി ശരീരം കൊണ്ട് അങ്ങോട്ട് ദണ്ഡ നമസ്കാരം ചെയ്തു. സതത് സന്ദർശനാനന്ദ നിർവൃതാത്മേന്ദ്രിയാശയാ ഹൃഷ്ടരോമ അശ്രുപൂർണാക്ഷൂനസേഹിതാവ് ഉദീക്ഷിതും സന്ദർശനാനന്ദ നിർവൃത്താത്മേന്ദ്രിയാശയ. അവരുടെ സന്ദർശനത്താൽ ഉപശാന്തങ്ങളായിരിക്കണ ആത്മാവ്, ഇന്ദ്രിയങ്ങൾ, അന്ധകരണ ഇതോടുകൂടിയ ഋഷി മാർക്കണ്ഡേയൻ ഹൃഷ്ടരോമ ഹർഷിച്ച രോമങ്ങളോടും അശ്രുപൂർണാക്ഷ അശ്രുക്കളാൽ പൂർണ്ണമായിട്ട് കണ്ണോടുകൂടി അവരെ ഉദീക്ഷിതും നോക്കാനായിക്കൊണ്ട് നസേഹ ശക്തി ഉണ്ടായില്ല എന്ന് പറയാം. ദിവ്യന്മാരും തേജോമയന്മാരുമായിട്ടുള്ള ഭഗവാൻ നരനാരായണന്മാരുടെ ആ കാഴ്ച കിട്ടിയപ്പോൾ ആനന്ദാനുഭവത്താൽ മാർക്കണ്ഡേയ മുനിയുടെ ജീവാത്മാവും മനസ്സും ഇന്ദ്രിയങ്ങളും ആകെ ശാന്തായി, കാറ്റും കോളുമൊക്കെ ഒതുങ്ങിയ പോലെ. ഉടനെ സാത്വികവൃത്തിയെ സൂചിപ്പിക്കുന്ന രോമാഞ്ചം അവരുടെ ശരീരത്തിലെങ്ങും കാണപ്പെട്ടു. നേത്രങ്ങൾ ആനന്ദബാഷ്പങ്ങളെ കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു. അതിനാൽ അവരെ സമ്പൂർണ്ണമായിട്ട് നോക്കാൻ പോലും മഹർഷിക്ക് ശക്തി ഉണ്ടായില്ല. ഉത്ഥായ പ്രാഞ്ജലി പ്രഹ്വ ഔത്സ്വക്യാത് ആശ്ലിഷന്നിവാഹ നമോ നമ ഇതീശാനോ ബഭാഷേ ഗദ്ഗദാക്ഷരാ. എഴുന്നേറ്റ് അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് പ്രഹ്വ തല താഴ്ത്തിക്കൊണ്ട് ഔത്സുക്യാത് അതിസ്നേഹം നിമിത്തം ആശ്ലിഷൻ ഇവ ആലിംഗനം ചെയ്യണോനോ എന്ന് തോന്നും വിധം ഈശാനാഹേ ഈശ്വരന്മാരെ നമ നമ ഇതി നമസ്കാരം എന്ന് ഗദ്ഗദാക്ഷരത്തോടുകൂടി ബഭാഷേ പറഞ്ഞു എന്ന് പറയാണ്. തയോർ ആസനമാദായ പാദയൂർ അവനിജ്യ അർഹണേനാനുലേപേന ധുപമാല്യൈർ അപൂജയത്. തയോ അവർ രണ്ടുപേർക്കും ആസനം ആദായ ദർഭാസനം കൊണ്ട് സമർപ്പിച്ചു. പാദയോ അവനിജ്യ പാദങ്ങളെ പ്രക്ഷാളനം ചെയ്തിട്ട് അർഹണേന പൂജാദ്രവ്യങ്ങളെ കൊണ്ടും അനുലേപേന കറക്കൂട്ടുകൊണ്ടും ധൂപമാല്യങ്ങളെ കൊണ്ടും അപൂജയെ പൂജിച്ചു. അവർക്ക് രണ്ടുപേർക്കും ദർഭാസനം സമർപ്പിച്ചു. പാദങ്ങൾ മഹർഷി എന്നെ ജലമൊഴിച്ച് കഴുകി പൂജാദ്രവ്യങ്ങൾ സമർപ്പിച്ചു. ദേഹത്ത് ചന്ദനമൊക്കെ പൂശിക്കൊടുത്തു. ധൂപമാല്യങ്ങളെ കൊണ്ട് പൂജിച്ചു. സുഖമാസനമാസീനൗ പ്രസാദാഭിമുഖൗ മുനി പുനരാനമ്യപാദാഭ്യാം ഗരിഷ്ഠാവിധം അഭ്രവീത്. ആസനം സുഖമാസീനോ ദർഭാസനത്തിൽ സുഖമായിട്ടിരിക്കുന്നവരും പ്രസാദം സൂചിപ്പിക്കുന്ന മുഖാന്തിയോടുകൂടിയവരും ഗരിഷ്ഠവും മുനി അതിപൂജ്യരായിട്ടുള്ള മുനിമാരോട് പാദാഭ്യാം ആനമ്യ പാദങ്ങളെ വീണ്ടും ആനമിച്ചിട്ട് ഇതം അഭ്രവേ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ദർഭാസനത്തിൽ സുഖമായിട്ടിരിക്കുന്നവരും തൻ്റെ നേരെ പ്രസന്നന്മാരാന്ന് സൂചിപ്പിക്കുന്ന മുഖപ്രഭയോടുകൂടിയവരും പരമപൂജ്യരായിട്ടുള്ള അവരുടെ തൃപ്പാദങ്ങളിൽ മഹർഷി വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. മാർക്കണ്ഡേയ ഉവാച കിം വർണ്ണയേ തവ വിഭോയദുദീരിദോസു സംസ്പന്ദതേ തമനുവാങ്മന ഇന്ദ്രിയാണി സ്പന്ദന്തി വൈ തനുഭൃതാം അജശർവയോശ്ച സ്വസ്യാപ്യധാ വിഭജതാമസി ഭാവബന്ധൂം. കിം വർണ്ണയേ തവ വിഭോ യദുദീരിദോസു സംസ്പന്ദതേ തമനുവാങ്മന ഇന്ദ്രിയാണി സ്പന്ദന്തി വൈ തനുഭൃതാം അജശർവയോശ്ച സ്വസ്യാപ്യധാ വിഭജതാമസി ഭാവബന്ധു. വിഭോ സർവവ്യാപിയായിട്ടുള്ളവനെ തവ അങ്ങേ കിം വർണ്ണയെ ഞാനെങ്ങനെയാണ് വർണ്ണിക്കുക. യദുദീരിത അസുയാതൊരുവനാൽ പ്രേരിപ്പിക്കപ്പെട്ട പ്രാണൻ സംസ്പന്ദതയെ പ്രവർത്തിക്കുന്നു. തം അതിനനുസരിച്ച് തനുഭൃതാം ദേഹികളുടെയും അജശർവയോച ബ്രഹ്മാവ് പരമേശ്വരൻ ഇവരുടെയും സ്വസ്യാപി എൻ്റെയും വാങ്മന ഇന്ദ്രിയാണി മനസ്സു വാക്കിന്ദ്രിയങ്ങൾ ഇവയും സ്പന്ദന്തി ചലിക്കുന്നു. അധാപി എങ്കിലും ഭജതാം ഭജിക്കുന്നവരുടെ ഭാവബന്ധു അസിയ ആത്മാബന്ധുവാണ്. അപ്പോൾ അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ അല്ലേ അവിടെ വന്നേക്കണ ഭഗവാൻ തന്നെയാണ് ആത്മാവായിട്ട് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കണവൻ. അതുകൊണ്ട് ഭഗവത് സ്തുതി ചെയ്യാൻ തനിക്ക്
കഴിവില്ല എന്ന്, സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുക. മാർക്കണ്ഡേയ മഹർഷിയുടെ ആത്മാവായിട്ട് ഉള്ളിൽ കയറിയിരുന്ന ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ഭഗവാനല്ലേ. ആ ഇന്ദ്രിയങ്ങളെ മനസ്സിനെ ബുദ്ധി കൊണ്ടുവേണ്ട ഭഗവാന്റെ വൈഭവം വർണ്ണിക്കാനായിട്ട്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ മനസ്സിനെയും ബുദ്ധിയും പ്രവർത്തിപ്പിക്കുന്ന ഭഗവാന്റെ വൈഭവം മനസ്സിനും ബുദ്ധിക്ക് എങ്ങനെയാണ് അറിയണേ? ഇല്ലല്ലേ. അതുകൊണ്ട് പറയാം, വൈഭവത്തെ ഭഗവാനെ അങ്ങയുടെ വർണ്ണിക്കാൻ എനിക്ക് ശക്തിയില്ല. എന്താ വെച്ചാൽ സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ നിന്തിരുവഴിയുടെ പ്രേരണ നിമിത്തമാണ് എൻ്റെ ശരീരത്തിൽ പ്രാണം വ്യാപരിക്കുന്നത്. ആ പ്രാണനെ അനുസരിച്ച് സകല ശരീരങ്ങളുടെയും പ്രാകൃതന്മാരെ മാത്രമല്ല, ബ്രഹ്മാവ്, ശിവൻ, ഇവരുടെയൊക്കെ മനസ്സ്, വാക്ക്, ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ അതത് കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ എൻ്റെയും ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കണം. ഈ സംഗതി ശ്രോത്രസ്യ ശ്രോത്രം ചാക്ഷുഷ ചാക്ഷു മനസു മന. ശ്രോത്രത്തിനും ശ്രോത്രം, നേത്രത്തിനും നേത്രം, മനസ്സിനും മനസ്സ്. ഇങ്ങനെ അർത്ഥമായിട്ടുള്ള ശ്രുതിവാക്യം ബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കാൻ ശക്തിയില്ല എനിക്ക്. എങ്കിലും അങ്ങയാൽ പ്രവർത്തിക്കപ്പെടുന്ന ഒരു യന്ത്രപ്പാവെ പോലെ വാക്കുകൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും യാതൊരുത്തർ നിന്തിരുവടിയെ പരമപ്രേമത്തോടുകൂടി ഭജിക്കുന്നു. അവർക്ക് നിന്തിരുവടി ആത്മരക്ഷകനായിട്ട് ഭവിക്കുന്നില്ല. അപ്പോൾ ലോകത്തിൽ അപ്പോൾ ഒന്നിനും ശക്തിയില്ലെങ്കിലും ഭഗവാനെ പരമപ്രേമത്തോടുകൂടി ഭജിച്ചാൽ ഭഗവാൻ ആത്മരക്ഷകനായിട്ട് ഭവിക്കും. അപ്പോൾ ലോകത്തിൽ മാതാപിതാക്കന്മാരായിട്ടുള്ള ബന്ധുജനങ്ങളെപ്പോലെ നിന്തിരുവടി ശരീരത്തെ മാത്രം രക്ഷിക്കുന്ന ബന്ധുവല്ല, സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ആത്മാവിനെ തന്നെ സംഹരിക്കുന്ന പരമബന്ധുവ. അഹോ, അങ്ങയുടെ കാരുണ്യം മഹാതിശയം തന്നെയാന്ന് പറയാം. മൂർത്തി ഇമേ ഭഗവതോ ഭഗവം ത്രിലോക്യാ ക്ഷേമായ താപ വിരമായ ച മൃത്യുജിത്യൈ നാനാഭിവർഷ്യ വിദുമന്യതനൂര്യധേതം ദൃഷ്ട്വാ പുനർരസസി സർവം ഇവോർണനാഭി. ഭഗവാൻ ഹി ഐശ്വര്യപരിപൂർണനായിട്ടുള്ളവന് ഭഗവത ഭഗവാന്റെ ഇമേ മൂർത്തി, രണ്ട് രൂപങ്ങളെ ത്രിലോകിയുടെ ക്ഷേമത്തിനായിക്കൊണ്ടും താപവിരമായ ദുഃഖങ്ങളെ നിവാരണം ചെയ്യാനായിട്ടും മൃത്യുജിത്യൈ ച മരണത്തെ ജയിക്കാനുമാണ്. ഇതം ഈ ലോകത്ത് അവിതും അവനം ചെയ്യാനായിക്കൊണ്ട് നാനാവിധങ്ങളായിട്ടുള്ള അന്യരൂപങ്ങളെ യഥാഭിവർഷി ഭരിക്കും പോലെ ഇതം സൃഷ്ട, ഇതിനെ സൃഷ്ടിച്ച് ഊർണനാഭി ഇവ ഇട്ടുകലെ പോലെ പുനഗ്രഹസി വീണ്ടും ഗ്രഹിക്കുന്നു. അപ്പോൾ ധർമ്മമാരുടെ യമധർമ്മൻ്റെ മക്കളാണ് നരനാരായണ ഭഗവാൻ. യമധർമ്മൻ്റെ മക്കളായിട്ട് അവതരിച്ചാണ് ആ അവതാരത്തിൽ. ഞങ്ങൾ പ്രാണനെ പ്രേരിപ്പിക്കുന്ന യമധർമ്മൻ്റെ മക്കളല്ലേ ഞങ്ങൾ. പ്രാണനെ പ്രേരിപ്പിക്കുന്ന അന്തര്യാമിയാണ് എങ്ങനെയാണെന്നുള്ള ആക്ഷേപത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് സ്തുതിക്കുക. ഭഗവാനെ, അങ്ങയുടെ രണ്ട് രൂപവും ഈ മൂന്ന് ലോകങ്ങളിലുള്ളവർക്കും ക്ഷേമത്തെയും ആധ്യാത്മികാദി ശമനത്തെയും മോക്ഷത്തെയും സാധിപ്പിക്കാനുള്ള അവതാരങ്ങളാണ്. എന്തിനൂടെ ആരുടെയും പുത്രനുമല്ല, മത്സ്യകൂർമാദികളായിട്ടുള്ള അവതാരമൂർത്തികളെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ചു പോലെ ഈ അവതാരത്തെ അങ്ങ് സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ചേക്കുന്നു. ലോകരക്ഷ മാത്രമല്ല ഇന്ത്യരുടെ ചെയ്യണത്, ഈ കാണപ്പെട്ട സകലത്തെയും സൃഷ്ടിയും സംഹരിക്കുകയും ചെയ്യുന്നത് ഇന്ത്യരുടെ തന്നെയാണ്. ഇട്ടുകാലി എന്നുള്ള ജീവി തന്നിൽ നിന്നുണ്ടായ മൃദുവായിട്ടുള്ളൊരു ജാതി നൂല് ജനിപ്പിക്കുകയും അതുകൊണ്ട് വലയുണ്ടാക്കി അതിൽ തന്നെ വസിക്കുകയും ഒടുവിൽ ആ നൂലിനെ ഇട്ടുകാലി തന്നെ വിഴുങ്ങുകയും ചെയ്യും പോലെ നിന്തിരുവടിയും അന്യൻ്റെ സഹായം കൂടാണ്ട് ലോകത്തെ സൃഷ്ടിക്കുകയും അന്തര്യാമി രൂപേണ ശരീരത്തിൽ വസിക്കുകയും ഒടുവിൽ ഭഗവങ്കൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കൃഷ്ണ, നിന്തിരുവടി സർവേശ്വരൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 41 നിർത്തിയിട്ട് നാളെ 42 തുടങ്ങും. ശ്രീഹരേ നമ, ശ്രീഹരേ നമ, ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ, ഗോപികാചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ അധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ